പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്ര കോഴിക്കോട് കുറ്റ്യാടിയിലെത്തിയപ്പോൾ സ്റ്റേജിൽ ഉന്തും തള്ളും. സമയം വൈകിയതിനാൽ താൻ കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ലെന്ന് ഷാഫി പറമ്പിൽ MP നിലപാടെടുത്തു. മറ്റ് നേതാക്കൾക്ക് സംസാരിക്കാൻ സമയം നൽകണമെന്നായിരുന്നു ഷാഫി പറഞ്ഞത്. എന്നാൽ അതിനു പിന്നാലെ ഷാഫി സംസാരിക്കണമെന്ന് പറഞ്ഞ് സ്റ്റേജിൽ തർക്കമുണ്ടാവുകയായിരുന്നു. ഇത് പിടിവലിയിലെത്തി. പ്രമോദ് കക്കട്ടിൽ ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നില്ല. ഒറ്റ വാചകം പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു. 100-ൽ കൂടുതൽ എണ്ണുമ്പോ കുറ്റ്യാടി എണ്ണിക്കോളൂ എന്ന് ഈ വേദിയിൽ പറയുന്നു. അഭിവാദ്യങ്ങൾ. പ്രിയപ്പെട്ട DCC പ്രസിഡന്റ്, ഈ ജാഥയെ, പുതുയാത്രയെ കോഴിക്കോട്ടെ ജനാധിപത്യ മതേതര സമൂഹം നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സ്വീകരിക്കുന്നു, അഭിവാദ്യം ചെയ്യുന്നു. അടുത്ത ആരാർപ്പണത്തിന് വേണ്ടി ബന്ധപ്പെട്ടവരെ ക്ഷണിക്കുന്നു. ജോസ് കെ മാണിയുടെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചുവാങ്ങി പാലായിലെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച റോഷി അഗസ്റ്റിന്റെ നടപടിയിൽ കേരള കോൺഗ്രസിൽ അമർഷം. ഇന്നലെ നടന്ന LDF മധ്യമേഖലാ ജാഥയിലെ വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം. സ്ഥാനാർത്ഥിയെ പാർട്ടി തീരുമാനിക്കുമെന്ന ജോസിന്റെ മറുപടിക്ക് തൊട്ടു പിന്നാലെയാണ് റോഷി മൈക്ക് തട്ടിപ്പറിച്ചത്. അണികൾക്കിടയിൽ ചർച്ചയായതോടെ റോഷിയെ പിന്തുണച്ച് ജോസ് കെ മാണി രംഗത്തു വന്നു. ഇടുക്കി അടിമാലിയിൽ എത്തിയപ്പോഴാണ് ജോസ് കെ മാണിയുടെ യാത്രയിൽ അതുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിൽ റോഷി അഗസ്റ്റിൻ നടത്തിയ ചില ഇടപെടലുകളാണ് അന്ന് വിവാദമായത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ജോസ് കെ മാണിയോട് പാലയിൽ തന്നെ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുമ്പോൾ മൈക്ക് വാങ്ങിക്കൊണ്ട് റോഷി നടത്തിയ ആ ഒരു പ്രതികരണം, പാലയിൽ തന്നെ മത്സരിക്കുമെന്ന പ്രതികരണമാണ് വിവാദമായത്. അത് പാർട്ടി തീരുമാനിക്കും. ആര് മത്സരിക്കണം, പാർട്ടിക്കകത്ത് ആര് മത്സരിക്കണം എന്നത് പാർട്ടി തീരുമാനിക്കും. അതനുസരിച്ച് മുന്നോട്ട് പോകും. ഇനി ഏതെങ്കിലും ഉണ്ടെങ്കിൽ വീണ്ടും ചോദിച്ചോ, ഒരു കുഴപ്പമില്ല. അത് പാർട്ടി തീരുമാനിക്കും. ജോസ് കെ മാണി മത്സരിക്കും. പിന്നെ അതൊക്കെ പാർട്ടിയുടെ തീരുമാനങ്ങൾ ആ സമയത്ത് പ്രവർത്തിക്കും എന്ന് മാത്രമേ ഉള്ളൂ. സജ്ജമായി രംഗത്ത് വരും, സജീവമായി നേരിടും. നല്ല വിജയം എല്ലാ മേഖലയിലും ഉണ്ടാവും. പാലായി തന്നെ മത്സരിക്കും. റോഷി ആണോ പാർട്ടി ചെയർമാൻ എന്ന ചോദ്യവുമായി സൈബർ ഇടത്ത് ഇത് വലിയ ചർച്ചയാകുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറെ കാലങ്ങളായി റോഷിയുടെ നിലപാടുകൾക്കൊപ്പമാണ് ഫലത്തിൽ പാർട്ടി നീങ്ങുന്നത്. കാരണം മുന്നണി മാറ്റ നീക്കത്തിനെ എതിർത്തത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും ഡോക്ടർ N ജയരാജുമാണ്. അവരുടെ നീക്കത്തിനൊപ്പം ഒടുവിൽ ജോസ് കെ മാണിക്ക് സമ്മർദ്ദത്തിന് അടിപ്പെട്ട് നിൽക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചേർത്ത് വായിച്ചുകൊണ്ടാണ് വലിയ ചർച്ചകൾ പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടാകുന്നത്. ജോസ് കെ മാണിക്കും ഈ ഒരു റോഷിയുടെ പെട്ടെന്നുള്ള പ്രതികരണത്തിൽ അതിർത്തി ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജോസ് കെ മാണി പലതവണ മൈക്ക് തിരിച്ചു വാങ്ങാനുള്ള ശ്രമം റോഷിയെ തടയാൻ ഉള്ള ഒരു ശ്രമമായി തന്നെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. എന്തായാലും ഇന്ന് കോതമംഗലത്ത് വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് ഈ ഒരു വിഷയത്തെ തണുപ്പിക്കാൻ ജോസ് കെ മാണി നീക്കം നടത്തുന്നത്. റോഷി ഒരു ചോരത്തിളപ്പുള്ള നേതാവാണ്, തന്നോട് വലിയ സ്നേഹമാണ്, എന്തായാലും മത്സരിക്കേണ്ട എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഈ വിഷയം തണുപ്പിക്കാൻ ജോസ് കെ മാണി ശ്രമം നടത്തിയത്. എന്തായാലും കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരു ആഭ്യന്തര പോരുകൂടി ആണ് ഇതെന്ന് ചൂണ്ടിക്കാട്ടാനാണ് കോൺഗ്രസിന്റെ അടക്കം അണികൾ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.